വെൽക്കം ടു ദിസ് വീഡിയോ. ഞാൻ ധനഞ്ജയാണ്. ഇവാനാണ്. ഇവൻ്റെ ചാനലാണ്. ഞാൻ ഇവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്തായാലും നമ്മളിന്ന് കളിക്കാൻ പോകുന്ന കളി ഗ്രാനി 3 ആണ്. ഞാനായിരിക്കും കളിക്കണം. ഇവനെന്നെ പേടിയായത് കാരണം പിന്നെ തുടങ്ങിയിരിക്കുക. സ്ലെൻഡറിൻ്റെ അഗ്ലി ആയുള്ള മോണ്ട കാണാൻ പറ്റുന്നത് ഇവിടെ. ഗ്രാനി ഉണ്ട്. ഷോ ഇൻട്രോ വേണ്ട. ക്വാളിറ്റി ഹൈ. പിന്നെ ഹൊറർ പ്ലേലിസ്റ്റിൽ ഇപ്പം 5 ഗെയിം വരാറായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏപ്രിൽ 5 കഴിയുമ്പോഴായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോണത്. നമ്മൾ ഗ്രാനിയെ പിടിക്കാൻ പോയിക്കും. ഇടിച്ച് കൊല്ലാനുള്ള ഒരു മിഷനിലാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ട്രെയിൻ എസ്കേപ്പ് ആണ് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഗ്രാൻഡ് പേ ഇല്ല ഗൈസ്. ഗ്രാൻഡ് പേ ആണെങ്കിൽ കുറച്ച് പാല് വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ചു വന്നില്ല. ഗോയിങ് ടു ഗെറ്റ് മിൽക്ക്. ഒരു കാർ ഇടിച്ച് മരിച്ചു. വരാത്തൊരു കാരണം എന്ന് വെച്ചാൽ മിൽക്ക് വാങ്ങിച്ചുകൊണ്ട് നമുക്കൊരു കാറ് സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് ഇടിച്ച് മരിച്ചു പോയി. ഡേ 10 മില്യൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ സ്റ്റാർട്ടിങ്ങിന് എല്ലാ ഡോസും അൺലോക്ക് ചെയ്യണമെങ്കിൽ അതാണെങ്കിൽ അത് ഇത് മാത്രമുള്ള ഈ ലോക്ക് പിക്കാണ് ഏറ്റവും കൊള്ളില്ലാത്തായിട്ട് ഇതിൽ. എന്താ അറിയാമോ, എത്ര നേരം എടുക്കുന്നത് കണ്ടോ. എനിക്കെന്താണ് കൂടെ നമ്മുടെ ലോക്ക് പിക്ക് ഇരിക്കണം, എന്നിട്ട് പാഡ്ലോക്ക് ചെയ്യണം. എന്ത് കഷ്ടം. ലോക്ക് പിക്ക് ഇട്ട് കുത്തിയെടുത്താൽ പോലെ. സ്റ്റൂപ്പിഡ് ലോജിക്. സ്റ്റൂപ്പിഡെന്ന് പറഞ്ഞുകൂടാന്നാണ് ഇവൻ പറയണത്. പക്ഷെ എനിക്കറിയാൻ പറയാമെന്ന്. എല്ലാവരും പറയാറുണ്ട്. അതെല്ലാം പറയാം ഗൈസ്. ഇവിടെ ഒരു പൊട്ട സാധനമില്ല ഗൈസ്. സ്റ്റൂപ്പിഡ്. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഒന്നും കിട്ടുന്നില്ല. ഗ്രാനി അൺലോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മളിതിനകത്ത് 20 മിനിറ്റ്സ് ആട്ടോ ഡ്യൂറേഷൻ. അതിന് കൂടുതലാവുകയാണെങ്കിൽ റൂളുണ്ട്. അതാണെങ്കിൽ ഇങ്ങനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് താഴെയുള്ളവർക്ക്, ഇങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സിന് താഴെയുള്ളവർക്ക് 20 മിനിറ്റ്സ് ആണ് മാക്സിമം. 25 അല്ലേ? 25 ആണ്. അപ്പോൾ എന്തായാലും തുടങ്ങാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഗ്രാനി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗ്രാനി പോയിട്ടുണ്ട്. പിന്നെ ഒരു ചിരി കാണുന്നുണ്ട്. സ്ലെൻഡറിനെ കാണാതെ തന്നെ കണ്ടുപോയി. അയ്യോ, കണ്ണൊടുക്കി പോയി സ്ലെൻഡറിനെ കണ്ടപ്പോൾ. പിന്നെ ഗൈസ്, നമ്മളപ്പോൾ സെലിബ്രേഷൻ്റെ മുകളിലാവുകയാണെങ്കിൽ നമ്മൾ നിങ്ങളറിയാതെ നിങ്ങൾ തന്നെ ചെയ്യും. ഓക്കെ ഗൈസ്, അതാണ് ആകെയുള്ളൊരു കാര്യം. അത് പറഞ്ഞ അപ്പോൾ നമുക്ക് ചാലഞ്ച് ഉണ്ട്. 25 മിനിറ്റ്സിനകം ബീറ്റ് ചെയ്യണം. നല്ല പാടായിരിക്കും അല്ലേ? മറ്റേ എസ്കേപ്പൊക്കെ 10 മിനിറ്റകം ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മാത്രമല്ല അല്ല ഗൈസ്, നമ്മൾ ഇവിടെയാണ് പോകേണ്ടത് ഗൈസ്. പിന്നെ ഗൈസ്, ഒരു ചാലഞ്ച് ഇതുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ ട്രെയിൻ എസ്കേപ്പ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ചാലഞ്ച്. ട്രെയിൻ എസ്കേപ്പ് മാത്രമേ പറ്റുള്ളൂ ഗൈസ്. അപ്പം നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് ഇതൊക്കെ ഒന്ന് തുറന്ന് വയ്ക്കാം. ഇതൊന്ന് തുറക്കാൻ പറ്റുന്നതാണ്. ഇത് തുറക്കുമ്പോൾ നമ്മുടെ സ്ലിംഗ് ഷോട്ട് കിട്ടും. സ്ലിംഗ് ഷോട്ട് മാത്രം നമുക്ക് പോരല്ലോ. നമുക്ക് ഇത് നമുക്ക് ജനറേറ്റർ കിട്ടി. നിങ്ങൾക്ക് ആവശ്യമില്ല അത്. ട്രെയിൻ എസ്കേപ്പ് ഒരു കാര്യമാണ്. ഇവിടെ ഗ്രാനിക്കുട്ട താഴെ നീണു. ഓക്കെ, നമുക്ക് റൂഫിൽ കയറിയല്ലോ ഗ്രാനിയുടെ. ഓക്കെ ഗൈസ്, നമുക്ക് ഗ്രാനിയുടെ ക്രോ ഉണ്ട്. ക്രോയിനെടുത്തുണ്ട്. എന്താ കോയിൻ, നമുക്ക് അത് ആവശ്യമാണ്. കോയിൻ ഉണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിനുണ്ട്
ആരും മിണ്ടില്ല. ഇത് ഭയങ്കര ഒരു പാടല്ലോ. സ്ലെൻഡറിനെ മുടി ഞാൻ കണ്ടായിരുന്നു ഇപ്പോൾ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ പുറത്തെത്തിയിട്ടുണ്ട്. സ്റ്റോണുമായിട്ടല്ല നമുക്ക് എടുക്കേണ്ട, മാച്ച് ബോക്സ് ഉപയോഗിക്കണം. ഞാനും മേളിൽ കണ്ടായിരുന്നു. പക്ഷേ വുഡും കൂടെ ആവശ്യമുണ്ട് ഗൈസ്. ഇത് നല്ല പാടായിട്ടുള്ളൊരു ചാലഞ്ചാണ് ഗൈസ്. പിന്നെ എക്സ്ട്രീം മോഡായിരുന്നെങ്കിൽ ഇത് പറ്റൂലായിരുന്നു. അതുകൊണ്ടാണ് ഈസി മോഡ് എടുത്തിട്ട്. നേരത്തെ എക്സ്ട്രീം ആയിരുന്നു. അല്ല, നേരത്തെ ഈസി തന്നെയായിരുന്നു. എക്സ്ട്രീം എന്ന് വെച്ചാൽ അവർക്ക് അൾട്രാ സ്പീഡിൽ നമ്മളെക്കാളും സ്പീഡിൽ ഓടാൻ പറ്റും. ഇത് നമ്മൾ കുറേ ടേക്ക് എടുത്തു, പക്ഷെ ജയിക്കാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത മൂന്നാമത്തെ ടേക്കാണ് ഗൈസ്. പിന്നെ ഇതാത്ത ലാസ്റ്റ് ടേക്ക്. ഇതിൽ നമ്മൾ തോറ്റാൽ പിന്നെ തോറ്റു വന്നു. നമ്മൾ വുഡ് കിട്ടി. ഫ്ലാഗ് അവിടെ ഉണ്ട്, എടുക്കാനുണ്ട് നമുക്ക്. ബൈ ബൈ ഗ്രാനി. ഗ്രാനി ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തൂടെ പോയാൽ നമുക്ക് ഇവിടെ ഒരു സ്ലിംഗ് ഷോട്ടൊക്കെ ഉപയോഗിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഗ്രാൻഡ് നമ്മളിൽ ചൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഗ്രാൻഡ് നമ്മൾ കാണൂല. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് ഗൺ കിട്ടുമെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഷോർട്ട് ഗണ്ണിൻ്റെ ആവശ്യമുണ്ട്. ഷോർട്ട് ഗണ്ണിൻ്റെ ആവശ്യം എന്ത്? ഷോർട്ട് ഗണ്ണിൻ്റെ ആവശ്യം എന്താ അറിയാമോ? ഇതാണെങ്കിൽ ഷോർട്ട് ഗണ്ണിൻ്റെ ആവശ്യം. ഷെഡി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഷെഡി കിട്ടി. എന്നാൽ ഈ ഷെഡ് തുറന്ന് നോക്കാം എന്ത് കിട്ടും. അത് കോയിൻ എടുത്താൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയും. അതിൻ്റെ പ്ലാനും കൂടെ എടുക്കണം. അപ്പോൾ കുറച്ച് സൂപ്പർ സാധനങ്ങൾ കിട്ടും. ഇത് ഭയങ്കര പാടൊന്നും പറയില്ല, ഭയങ്കര ഈസിയൊന്നും പറയില്ല, അങ്ങനെ കിട്ടും. പിന്നെന്താ, ഇപ്പോൾ തുറക്കുമ്പോൾ ഫസ്റ്റ് ട്രെയിനിൻ്റെ ഐറ്റം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇല്ലല്ലോ, ഇത് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ. ജനറേറ്റർ ആവശ്യമില്ല നമുക്ക്. പിന്നെ അതിൻ്റെ ആവശ്യമുണ്ടോ? അതാണെങ്കിൽ ഡോർ എസ്കേപ്പിന് വേണ്ടി, ബ്രിഡ്ജൊക്കെ പവർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പിന്നെ മറ്റേ ഫുഡ് എലിവേറ്റർ പോയിട്ട് മേളിക്കറൂലേ, ആ സാധനം എടുത്ത് അത് മേളിലേക്ക് കൊണ്ടുപോകാൻ നോർമൽ മോഡ് തൊട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. ഈസി മോഡിൽ അതിൻ്റെ ആവശ്യമില്ല. തുറക്കാൻ പറ്റുമോ? നമ്മൾ എന്തോ ഒരു ഓട്ടോമാറ്റിക്കലി പവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രാനിയെ കോയിൻ എടുക്കാൻ പോവാം. ഈ ക്രോബാർ വെച്ച് ഗ്രാനിയുടെ മുഖത്തൊന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ കൊള്ളാമെന്നെ. മോന്തൊക്കെ ഒടുങ്ങി പോട്ടെ. അതാണ് ബാഡ് കാര്യം. അപ്പോൾ ഗൈസ്, നമുക്കിനി മാച്ച് സ്റ്റിക്കും എല്ലാം എടുത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അതിനാ നമുക്ക് ഫയർ വുഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഫയർ വുഡ് എടുത്ത് ഫയർ കൊണ്ടിടാം. ഫയർ എവിടെ നിന്നാണെന്നാണ് പ്രശ്നം. ഫയർ കിട്ടാൻ പോവാണ് നമ്മൾ. എവിടെയായിരുന്നു നമ്മൾ ഫയർ? ഒരു സെക്കൻഡ് ഗൈസ്, ഇതിൻ്റെ അകത്തല്ല ഗൈസ്, നമ്മുടെ ഫയർ പോയോ? ടേബിളിൻ്റെ അകത്താണ് സംഭവം. ടേബിളിൻ്റെ അകത്താണ് പറയുന്നത്. ആരാണ് നമ്മളെ കണ്ടെത്തിയിട്ടുള്ളത്? സ്ലെൻഡറിനല്ല, ശബ്ദം കേട്ടായിരുന്നു. ഗൈസ്, എവിടെയായിരുന്നു? ഇത് ഗ്രാനി മുകളിലാണ് ഗൈസ്. ഈ സേഫ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഗ്രാനിതാ മുകളിലോട്ടല്ല, താഴോട്ടാണ് കൊണ്ടുപോയത്. എന്നാലും എനിക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ചാവുന്നത്. ഏതിലാ?
ഗൈസ് ഇത് ഡേ 1 ആയി. നല്ല പ്രോഗ്രസ് ഉണ്ടാക്കി. ആ സ്ട്രാപ്പ് താഴോട്ട് വീഴും. കൊച്ചുകുട്ടി വാ. പൂച്ചയല്ലേ വന്നോ? ഗ്രാനിത്തള്ള പൂച്ചയെ വന്നോ? അത് ഏറ്റവും മേളിൽ പോടാ. വേസ്റ്റ് കണ്ടു എടുക്കാൻ പറ്റില്ല. നമുക്ക് സ്ക്രീൻഷോട്ട് വേണം. സ്ക്രീൻഷോട്ട് ഉണ്ടെന്ന് എനിക്കറിയാം. അതൊരാവശ്യമുണ്ട്. വേസ്റ്റില്ലാട്ടോ. അല്ല ക്രോയിൻ നമ്മൾ കണ്ടു. ക്രോയിൻ എടുക്കുന്നു. എനിക്ക് തോന്നുന്നു മേളിലാണ് നമ്മൾ കണ്ടുവന്നത്. വേണ്ടേ നമ്മുടെ ഇവനൊരു പാർട്ട് സ്കൂളുണ്ട്. ആ പാർട്ട് സ്കൂളിൽ നിന്നുള്ളൊരു ഫ്രണ്ടാണ് ഗൈസ്. റാൻഡ് പൂപ്പ് എന്നാ പേരിട്ട പാട്ട്. അവർ ഒരു ദിവസം പാട്ട് പൂപ്പ് ചെയ്ത് മറ്റേ ഗ്രാനി ഒഴിച്ച് ഇങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണം. അപ്പൊ ഞാൻ യെസ് പറഞ്ഞു. എന്തായാലും ഇപ്പൊ ഗ്രാനി ആണെങ്കിൽ ഇപ്പൊ ഒരു മുട്ടത്തലിയായി. നേരത്തെ ആയിരുന്നു. അതിൻ്റെ അകത്താണോ? ഓ ജസ്റ്റ് ഗ്രാനി കണ്ടോ എന്നെ? ഗ്രാനി നീ എന്നെ കണ്ടില്ല. കുനിയുന്നൊക്കെ എനിക്കറിയാം. മാച്ച് ബോക്സ് നീ എവിടെ പോയി? ഇൻവിസിബിൾ ആയോ? അന്ന് ഞങ്ങൾ അങ്ങനെ ഇൻവിസിബിൾ ആവുമോ? അത് ഗ്ലിച്ചാണ്. അവര് ഡെവലപ്പേഴ്സ് ബഗ് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ അതിപ്പോ ഇൻവിസിബിൾ ഓ ആയി കാണുന്നു. ഹായ് ചക്കടു. എനിക്കിപ്പോ ഒരു മാച്ച് എടുത്തിട്ട് മുകളിൽ പോയാൽ ക്രോങ് ഓടിപ്പോകും. മേളിൽ പോകാൻ ഗ്രാനിറ്റ് ക്രോയിന് പകരം പാരറ്റിന് കോക്ടെയിലിനെ ഉള്ള പറ്റൂടെ? എനിക്ക് തോന്നുന്നു അതിന് കളർ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ബ്ലാക്ക് മാത്രം. ഇതൊക്കെ ക്രോ ഓടിപ്പോയി. നമുക്കെങ്ങനെ എടുക്കാൻ പറ്റും? പറഞ്ഞ പോലെ ഭയങ്കര ചൂടല്ലേ ഇത്. നമുക്കെങ്ങനെ എടുക്കാൻ പറ്റും ഇത്? എങ്കിൽ തന്നെ ഇത് മെൽറ്റ് ആവത്തില്ലേ? അത് ശരിയാണല്ലേ. അയാളാണെങ്കിൽ ഓക്കെ ഗൈസ്, നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. എപ്പോഴും എന്തിനാണോ ഓക്കെ ഗൈസ് എന്ന് പറഞ്ഞത്? നോട്ട് ഓക്കെ ഗൈസ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ട്രെയിൻ കീ, ആക്സിലറേറ്റർ എല്ലാം കാണും. അത് രണ്ടും മാത്രമല്ല. അത് രണ്ടും വേറെ സാധനമൊക്കെ വേണം. അതൊക്കെ പക്ഷെ ഇവിടെ കാണുന്നില്ല ഗൈസ്. അതിന് നമ്മുടെ ഇതിനകത്ത് കാണുമോ? ആക്സിലറേറ്റർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ട്രെയിൻ കീ അതിനകത്തായിരിക്കും, പാഡ്ലോക്കിൻ്റെ അകത്തായിരിക്കും ഗൈസ്. നമ്മളിപ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുത്തു. അത് കാണിച്ച് തുറന്നു തരും നമുക്ക്. തുറന്നു വന്നിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ ഫസ്റ്റ് ഡേയിലും തന്നെയാണ് ഗൈസ്. അങ്ങനെ ആവശ്യം ട്രെയിൻ കീയും
ഇവ ഇപ്പൊ ഒരു ഭയങ്കര ബാഡ് വേർഡ് പറയുകയായിരുന്നു. അതാണെങ്കിൽ ഗൈസ് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഇപ്പോഴത്തെ ഗ്രാൻഡ് തള്ള വന്ന് എനിക്കൊന്നും സംഭവിച്ചില്ല. ഭയങ്കര പേടിയാ. ഓടാ നീ അല്ലേടാ തിരികെ ഇല്ലല്ലോ ആണല്ലോ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമ്മൾ ഇത് തുറന്നൊന്ന് എസ്കേപ്പ് ചെയ്യാം. നമുക്ക് സ്വന്തം കാര്യം പറയുമ്പോ നാളെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇവര് പൊട്ടാന്ന് വിളിച്ചു കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ആക്സലറേറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ വേണം? ഇതിനൊക്കെ ട്രെയിൻ കീ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. വേണ്ട. ഇനി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 1 കളിച്ചപ്പോൾ ട്രെയിൻ കാർ പാഡ്ലോക്ക് കിട്ടാത്തതുകൊണ്ട് ഇനി ട്രെയിൻ കീ കിട്ടാതാവും. ആവുമായിരിക്കും. അതിപ്പം പേടിച്ചു നിർത്തി കേട്ടോ ഗൈസ്. ഇല്ല ഗൈസ്, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് ആകെ ട്രെയിൻ കീ കിട്ടിയാൽ മതി. എനിക്കുണ്ടോട്ടെ. ഓക്കെ, നമ്മൾ ട്രെയിൻ കീ കിട്ടുന്ന കാര്യം നമ്മളൊന്ന് പോസ് ചെയ്തേക്കുക. അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അൺപോസ് ചെയ്യും. ഹലോ ഗൈസ്, നമ്മൾ വീഡിയോയിലേക്ക് തിരിച്ച് വീണ്ടും സ്വാഗതം. നമുക്കിപ്പോൾ ട്രെയിൻ കീ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ എസ്കേപ്പ് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഈ സൂപ്പർ എസ്കേപ്പാണ് ഗൈസ്. അപ്പോൾ ഇതെല്ലാം ഓക്കെ ആയോ? എല്ലാം ഓക്കെ ആയെന്നാണ്. ഒന്നും വേണ്ടെന്ന് തോന്നുന്നു, ഉറപ്പില്ല. ഇതിൽ നമ്മൾ നോക്കാം. ഫസ്റ്റ് എപ്പോഴും എല്ലാ ഡോർസും ക്ലോസ് ചെയ്യണം. ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യണം. ഇതിടണം. ഇത് തുടങ്ങി. നമ്മളത് ജയിച്ചു ഗൈസ്. നമ്മൾ ബാക്ക് എടുക്കുക. നമ്മൾ ഫ്രണ്ടിലേക്ക് പോവുക ഗൈസ്. അയ്യോ കളങ്ങില്ലേ ഗൈസ്. നമ്മളാണ് സ്ലെൻഡറിനെ കളങ്ങിട്ട് സ്ലെൻഡറിനെ വന്നു ഗൈസ്. നമ്മൾ ജയിച്ചു ഗൈസ്. എനിവേസ് ബൈ ബൈ ഗൈസ്. നമ്മളെല്ലാം തീർന്നു. ഇനി സാധ്യത വളരെ കുറവാണ്. നമ്മൾ April 6th വരെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ ബൈ ഗൈസ്.